വിശുദ്ധ വചനത്തിലെ തിരുവഴുത്തിലെ ഏതൊരു വാഗ്ദത്തം ഉണ്ടെങ്കിലും അതിൻ്റെ എല്ലാം പുറകിൽ ദർ ഈസ് എ കണ്ടീഷൻ. ആ കണ്ടീഷൻ ഇല്ലാതെ നമുക്ക് ഒരിക്കലും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ സാധിക്കത്തില്ല. ഒന്നാമതായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? വി ഹാവ് ടു ഗിവ് ഫസ്റ്റ് പ്ലേസ് ടു ജീസസ് ഇൻ അവർ ഹാർട്ട്സ്. നമ്മുടെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം ദൈവത്തിനായിരിക്കണം. ദൈവമായിരിക്കണം നമ്മുടെ ജീവിതത്തിലെ പ്രഥമ പരിഗണന. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 7 മുതൽ 14 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിക്കാമോ? നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്ന എന്തെങ്കിലും അപേക്ഷിപ്പീൻ, അത് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എൻ്റെ പിതാവ് മഹത്വപ്പെടുന്നു. അങ്ങനെ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാകും. പിതാവ് എന്നെ സ്നേഹിക്കുന്ന പോലെ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. എൻ്റെ സ്നേഹത്തിൽ വസിപ്പീൻ. ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ വസിക്കും. 11-ാമത്തെ വാക്യം, എൻ്റെ സന്തോഷം നിങ്ങളിലിരിപ്പാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും ഞാനിത് നിങ്ങളോട് സംസാരിക്കുന്നു. നിങ്ങളുടെ സന്തോഷം അത് കവിഞ്ഞൊഴുകുവാനാണ്. ഇറ്റ് ഹാസ് ടു ബി ഫുൾ. ഇറ്റ് വിൽ ബി ഓൾവേസ് ഫുൾ. ഓൾവേസ് ഫുൾ ആവണമെങ്കിൽ എന്ത് ചെയ്യണം? ഇറ്റ് ഹാസ് ടു ഓവർഫ്ലോ. ആമേൻ. നിങ്ങളുടെ സന്തോഷം എപ്പോഴും പൂർണ്ണമായിരിക്കുവാൻ വേണ്ടിയാണ് ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നത്. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ എന്നിൽ വസിക്കണം. എൻ്റെ വചനം നിങ്ങളിൽ വസിക്കണം. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. കൊമ്പിന് മുന്തിരിയിൽ വള്ളിയിൽ വസിച്ചിട്ടല്ലാതെ ഫലം കായ്ക്കുവാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. നമ്മളെല്ലാവരും ഈ മരങ്ങളൊക്കെ കണ്ട, മരത്തിൻ്റെ ഒരു കൊമ്പ് വെട്ടിയിട്ടാൽ ഇറ്റ് ഡൈസ് ദ വെരി മോമെൻറ്റ് അല്ലേ? അപ്പം മുതൽ അത് വാടാൻ തുടങ്ങും, ഉണങ്ങാൻ തുടങ്ങും. ആ മരത്തോട് ചേർന്ന് നിൽക്കുമ്പോഴല്ലാതെ ആ കൊമ്പിന് ജീവൻ ഇല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ഒത്തിരി ഗ്രാഫ്റ്റിങ്ങും ബഡിങ്ങും ഒക്കെ കാണുന്നതാണ്. നമ്മൾ പല മരത്തിനോട് മറ്റേ മരം ചേർത്ത് വെക്കുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ആ മരത്തിൻ്റെ ഈ തായ് മരത്തിൻ്റെ എന്താണ് അതിൻ്റെ ഊർജം വലിച്ചെടുക്കുമ്പോഴാണ് അതിനോട് ഒട്ടിച്ചു വെച്ചിരിക്കുന്ന മരത്തിന് ജീവൻ ഉണ്ടാകുന്നത്. ഹല്ലേലൂയ. റോമാലേഖനത്തോടെ നമ്മൾ പഠിച്ചില്ലേ? കാട്ടൊലിവായ നമ്മെ അവൻ സ്വാഭാവികമായ ഒരു മരത്തിലേക്ക് ഒട്ടിച്ച് ചേർത്തു. ആ മരത്തോട് ചേർന്നിരുന്നിട്ടല്ലാതെ we cannot bear fruit. നമുക്ക് ഫലം കായ്ക്കാൻ പറ്റത്തില്ല. if you're not connected to the vine, you are dead. hallelujah, hallelujah. അപ്പോൾ ഇത് ചെയ്യാതെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഫലമൊന്നും പുറപ്പെടുവിക്കുന്നില്ല, എൻ്റെ ഈ പറയുന്ന ഓവർഫ്ലോ നടക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. we have to stay connected. we have to give first priority to God. ദൈവത്തിന് ഒന്നാമത്തെ സ്ഥാനം നാം കൊടുത്തെങ്കിലേ പറ്റുള്ളൂ. God is a good God. ദൈവം നല്ല ദൈവമാണ് അല്ലേ? God is good all the time. അവനിൽ എന്താണ്? he doesn't have variance. അതെ, അവന് ഗതിഭേദത്താലുള്ള ആച്ഛാദനമോ വികാരമോ ഇല്ല. he doesn't change. he is the same all the time. he is a good God. എല്ലാ നല്ല ദാനവും തികഞ്ഞ വരമൊക്കെയും ഉയരത്തിൽ വെളിച്ചങ്ങളുടെ പിതാവിങ്കിൽ നിന്ന് വരുന്നു. അവനിൽ he doesn't have any bad, any evil in him. he is a good God. പക്ഷെ ആ നല്ല ദൈവത്തിൻ്റെ ഫലം നമ്മൾ അനുഭവിക്കണമെങ്കിൽ ദൈവം പറഞ്ഞത് കേട്ടെങ്കിലേ പറ്റുള്ളൂ. ആമേൻ. യെശയ്യാപ്രവചനം 48-ാം അധ്യായം അതിൻ്റെ 17-18 വാക്യങ്ങളൊന്ന് വായിക്കാമോ? ഇസ്രായേലിന്റെ പരിശുദ്ധനും നിന്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ശുഭകരമായി പ്രവർത്തിക്കുവാൻ നിന്നെ അഭ്യസിപ്പിക്കുകയും നീ പോകേണ്ടുന്ന വഴിയിൽ നിന്നെ നടത്തുകയും ചെയ്യുന്ന നിന്റെ ദൈവമായ യഹോവ ഞാൻ തന്നെ. I am the Lord thy God which teaches you to profit. Amen. നിനക്ക് ലാഭമുണ്ടാകാൻ നിന്നെ പഠിപ്പിക്കുന്ന നിന്റെ ദൈവമായ യഹോവ ഞാൻ ആകുന്നു. നീ എൻ്റെ കൽപ്പനകളെ കേട്ടനുസരിച്ചെങ്കിൽ കൊള്ളായിരുന്നു. എന്നാൽ നിന്റെ സമാധാനം നദി പോലെയും നിന്റെ നീതി സമുദ്രത്തിലെ തിര പോലെയും ആകുമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ കുഴപ്പമാണോ സമാധാനം നദി പോലെയും സമുദ്രത്തിലെ തിര പോലെ നീതിയാകാത്തത്? നോ. ഇതാ ദൈവത്തിൻ്റെ ആഗ്രഹം. God wants you to overflow. That is God's wish. അതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. ദൈവം പറയുക, ഞാൻ നിന്നെ പഠിപ്പിക്കുന്നത് നീ ലാഭം ഉണ്ടാക്കാനാണ്, നീ നന്നായിരിക്കണം, നിന്റെ നീതി കവിഞ്ഞു വരാനാണ് ഞാൻ നിന്നെ പഠിപ്പിക്കുന്നത്. പക്ഷേ നീ എൻ്റെ വാക്കൊന്ന് കേട്ടിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ആമേൻ.
അത് കേട്ടിരുന്നെങ്കിൽ നിന്റെ സമാധാനം നദി പോലെ, നിന്റെ നീതി സമുദ്രത്തിലെ തിര പോലെ overflow. Hallelujah. First priority to God. മറ്റെല്ലാത്തിലും ഉപരി ദൈവത്തിനായിരിക്കണം നമ്മുടെ ജീവിതത്തിലെ സ്ഥാനം. Above everything else. Amen. Praise the Lord. അങ്ങനെ ഉള്ളവരെ കുറിച്ചാണ് ദൈവത്തിൻ്റെ വചനം വാഗ്ദത്തം പറയുന്നത്. നിന്റെ സമാധാനം നദി പോലെ, നിന്റെ നീതി സമുദ്രത്തിലെ തിര പോലെ. ഹല്ലേലൂയ. കർത്താവ് വന്നത് നമുക്ക് ജീവൻ തരാനാ, സമൃദ്ധിയായി തരാനാ. But we have to do something. We have to give first place to God.